നിങ്ങളുടെ ഒരു ടോപ്പ് 5 ഡോഗ് ബ്രീഡ്സ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90% ആൾക്കാരുടെ ഈ ലിസ്റ്റിൽ ലാബ്രഡോർ റിട്രീവേഴ്സ് ഉണ്ടാവും. ഈ ബ്രീഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ജനറ്റിക് കണ്ടീഷനാണ് ഹിപ്പ് ഡിസ്പ്ലേഷ്യ. ഇന്നത്തെ വീഡിയോ ഈ അസുഖത്തിനെ കുറിച്ചാണ്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. ലാബ്രഡോറിലാണ് കോമൺ ആയിട്ട് ഹിപ്പ് ഡിസ്പ്ലേഷ്യ കാണാറ് എന്നുണ്ടെങ്കിലും ജർമ്മൻ ഷെപ്പേർഡ്, റോട്ട് വീലർ, ഗോൾഡൻ റിട്രീവർ, ഗ്രേറ്റ് ഡെയിൻ എന്നിങ്ങനെ ഒരുപാട് ബ്രീഡുകളിൽ ഹിപ്പ് ഡിസ്പ്ലേഷ്യ കണ്ടുവരാറുണ്ട്. ഹിപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. അതായത് തുടയെല്ലിന്റെ ബോൾ പോലെയുള്ള ആകൃതി ഇടുപ്പെല്ലിന്റെ സോക്കറ്റ് പോലെയുള്ളതിൽ കയറിയിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാവരുടെയും ഹിപ്പ് ജോയിന്റ് ഉള്ളത്. പ്രോപ്പറായി ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഹിപ്പ് ജോയിന്റിന്റെ ആ സോക്കറ്റിലേക്ക് തൈ ബോണിന്റെ അല്ലെങ്കിൽ ഫെമർ ബോണിന്റെ ആ ബോൾ കറക്റ്റ് ആയിട്ട് ഇൻസേർട്ടഡ് ആവണം. തെന്നി പോവാൻ പാടില്ല എന്ന് അർത്ഥം. സോക്കറ്റ് കുറച്ചും കൂടെ പ്ലെയിൻ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കുഴി കുറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഹിപ്പ് ഡിസ്പ്ലേഷ്യ. 1-2 വർഷത്തിലൊക്കെയാണ് നമ്മൾ ഇതിന്റെ സിംറ്റംസ് കാണാറെങ്കിലും 4 മുതൽ 6 മാസത്തിനുള്ളിൽ ചില സിംറ്റംസ് ഒക്കെ എവിഡന്റ് ആവുന്ന അവസ്ഥകളും ഉണ്ട്. എത്രയും പെട്ടെന്ന് ഇതിന്റെ സിംറ്റംസ് കണ്ടുപിടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരുപാട് എക്സസൈസ് ചെയ്യുക, ഒരുപാട് ഓവർ വെയിറ്റ് ആവുക, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ മോശമാക്കാൻ ഇടയുള്ള കാര്യങ്ങൾ. പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ബണ്ണി ഹോപ്പിംഗ് അല്ലെങ്കിൽ മുയലുകൾ ചാടുന്ന പോലെ ബാക്കിൽ 2 കാലും ഒരുമിച്ച് വെച്ച് ഇവർ മൂവ് ചെയ്യുന്നതാണ്. എണീക്കാൻ ബുദ്ധിമുട്ട്, സ്റ്റെയർ കയറാൻ ബുദ്ധിമുട്ട്, പുറത്ത് കളിക്കാൻ മടി, ഏതെങ്കിലും ഒരു കാല് കൂടുതലായി ഉപയോഗിക്കുന്ന പോലെ തോന്നുക, പിൻകാലിലെ മസിൽ ലോസ് കുറച്ചുകൂടി എവിഡന്റ് ആയി കണ്ടു തുടങ്ങുക, ഷോൾഡേഴ്സ് വലുതായിട്ടും ബാക്ക് മസിൽസ് വളരെ ചെറുതായും തോന്നുക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. എത്ര നേരത്തെ ഈ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നു അത്രയും നല്ലതാണ്. ഫെമർ ബോണ് കൂടുതൽ തെന്നി പോവാതിരിക്കാൻ ഇത് സഹായകമാകും. നിങ്ങളൊരു ബ്രീഡർ ആണെങ്കിൽ ബ്രീഡിംഗ് സ്റ്റോക്കായി നിങ്ങൾ വാങ്ങിക്കുന്ന നായകൾക്ക് പെൻ ഹിപ്പ് അല്ലെങ്കിൽ OFA എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് സ്ക്രീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് പെയിൻലെസ് പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രീഡിംഗ് സ്റ്റോക്കിന്റെ പപ്പികളെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ജനറ്റിക് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇതില്ലാത്ത നായകളെ സെലക്ട് ചെയ്ത് വാങ്ങിക്കുക എന്നല്ലാതെ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഒരുപാട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഇനിയുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണെങ്കിൽ എല്ലാതും തന്നെ മാനേജ്മെന്റലും ആണ്. ഹിപ്പ് ഡിസ്പ്ലേഷ്യ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ആദ്യം തന്നെ ഡോക്ടർമാർ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നായകളെ അവരുടെ പ്രോപ്പർ വെയിറ്റിലേക്ക് എത്തിക്കുക. ജോയിന്റ് പെയിന് വല്ലാതെ കാണിക്കുന്ന നായകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻ, സപ്ലിമെന്റ്സ് ഒക്കെ അവർ എഴുതുന്നതായിരിക്കും. ഇനി ബാക്ക് മസിൽസ് കൂടുതൽ സ്ട്രോങ് ആക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഹിപ്പ് ഡിസ്പ്ലേഷ്യക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റൽ ട്രീറ്റ്മെന്റ് ആണ്. സ്വിമ്മിങ് പോലെയുള്ള ലോ ഇമ്പാക്ട് എക്സസൈസസ് ഒക്കെ ഇതിന് സഹായിക്കും. ഇനി മോഡറേറ്റ് ടു സിവിയർ കേസസിനെ ആണെങ്കിൽ ഹിപ്പ് ബ്രേസസ് അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ ഫിസിക്കൽ തെറാപ്പി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഒക്കെ ലെഗ് മസിൽസ് കൂടുതൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കും. ഇത് കൂടാതെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലും വെറ്റിനറി കോളേജസിലൊക്കെ ഫെമറൽ ഹെഡ് റിമൂവൽ സർജറി, ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറീസ് ഒക്കെ നടത്താറുണ്ട്. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ ഇതൊക്കെ സഹായിക്കുമെങ്കിലും ഇങ്ങനെയുള്ള ഡോഗുകളെ ബ്രീഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 1.5 കൊല്ലം വരെ ഒരുപാട് ഇവരെ ചാടിക്കാതെ പിൻകാലുകളിൽ മാത്രം ഭാരം വെപ്പിക്കാതെ ഒക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. അതായത് ബാക്ക് മസിൽസ് ഒക്കെ സ്ട്രോങ് ആവുന്നവര്. ഹിപ്പ് ഡിസ്പ്ലേഷ്യ സൈൻസ് കാണുന്ന സമയം മുതൽ ഒരു വെറ്റിനെ കണ്ട് വേണ്ട ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുന്നതായിരിക്കും നല്ലത്. ഈ അസുഖത്തിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയമാണെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.